ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂയസ്തന്വീം വിചിന്വന്നഹൃത ദശമുഖസ്ത്വദ്വധൂം മധ്വധേനേത്യുക്ത്വാ യാതേ ജടായൗ ദിവമദസുഹൃദഃ പ്രാതനോഃ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസൂനും ദൃശമുദിതമനഃ പാഹി വാതാലയേശ. പദാനുപദം. ഭൂയഃ പിന്നീട്, തന്വീം സീതയെ, വിചിന്വൻ അന്വേഷിച്ചു പോകവേ, ദശമുഖഃ രാവണൻ, മധ്വധേന എന്നെ വധിച്ചിട്ട്, ത്വദ്വധൂം അങ്ങയുടെ ഭാര്യയെ, അഹൃത ഇതി അപഹരിച്ചു കൊണ്ടുപോയി എന്ന്, ഉക്ത്വാ പറഞ്ഞിട്ട്, ജടായൗ ദിവം യാതേ ജടായു സ്വർഗം പൂകി, അധ അനന്തരം, ത്വം അങ്ങ്, സുഹൃദ സുഹൃത്തിൻ്റെ ജടായുവിനെ, പ്രേതകാര്യം മരണാനന്തര ക്രിയകൾ, പ്രാതനോഹോ ചെയ്തു, അധ ഗൃഹ്ണാനം പിന്നീട് പിടിക്കാനെത്തിയ, തം കബന്ധം ആ കബന്ധൻ എന്ന രാക്ഷസനെ, ജഗനിധ കൊന്നു, പമ്പാതടേ പമ്പാതീരത്ത്, ശബരീം പ്രേക്ഷ്യ ശബരിയെ കണ്ടു, വാതസൂനും വായുപുത്രനെ ഹനുമാനെ, സംപ്രാപ്തഃ കണ്ടുമുട്ടിയതിൽ, ദൃശമുദിതമനാഃ വളരെ സന്തോഷിച്ചു, വാതാലയേശ ഗുരുവായൂരപ്പ, ത്വം അങ്ങുന്ന്, മാം എന്നെ, പാഹി രക്ഷിച്ചാലും. വിവർത്തനം. പിന്നീട് സീതയെ അന്വേഷിച്ചു പോകവേ, രാവണൻ എന്നെ വധിച്ചിട്ട് അങ്ങയുടെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നു പറഞ്ഞ് ജടായു മരിച്ചു. തുടർന്ന് ജടായുവിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ അങ്ങ് ചെയ്തു. തുടർന്ന് അങ്ങയെ പിടിച്ചു തിന്നുവാനെത്തിയ കബന്ധൻ എന്ന രാക്ഷസനെ കൊന്നു. പമ്പാതീരത്തെത്തി ഭക്തയായ ശബരിയെ കണ്ടു. ഹനുമാനെ സുഹൃത്തായി ലഭിച്ചതിൽ അങ്ങ് അത്യധികം സന്തോഷിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.